അയ്യോ സാർ കണ്ണട വെക്കൂ. എന്താ ഈ സാധനം? എന്താ നോക്ക്. അയ്യോ ഇതെനിക്ക് മേനിക്ക് വരുന്നു. മിസ്റ്റർ പണിക്കർ, ഒളിച്ചോടാനുള്ള പരിപാടി ലക്ഷ്മിയെ അറിയിച്ചുകൊണ്ടുള്ള കത്ത് ഡ്രൈവർ അപ്പുക്കുട്ടൻ മുഖേന നിങ്ങളുടെ കയ്യിൽ കിട്ടി. 11-ാം തീയതി രാത്രി വേണു വരുന്നതും കാത്ത് നിങ്ങൾ മണ്ഡപത്തിൽ ഒളിച്ചിരുന്നു. അവിടെ ഉണ്ടായ സ്ട്രഗിളിൽ ഈ തൊണ്ടി സാധനം കൊണ്ട് അടിച്ച് വേണുവിനെ മൃഗീയമായി കൊലപ്പെടുത്തി. യെസ്, യു ഹാവ് ഡൺ ഇറ്റ്. തെളിവുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. മുകുന്ദൻ. മലേറിയ ടെസ്റ്റിന് വേണ്ടി എടുത്ത രക്തത്തിൽ നിന്നും വേണുവിന്റെ ബ്ലഡ് ഗ്രൂപ്പ് അല്ല പണിക്കരുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് വ്യക്തമാണ്. വേണുവിന്റെ എ പോസിറ്റീവ് ആണ്, പണിക്കരുടെ O നെഗറ്റീവ് ആണ്. അതൊരു വളരെ റെയർ ഗ്രൂപ്പാണ് സാർ. എന്തെങ്കിലും മറുത്തു പറയാനുണ്ടോ? വേണു എഴുതിയ കത്ത്, കൊല്ലാൻ ഉപയോഗിച്ച വടി, രക്തം പുറണ്ട വസ്ത്രങ്ങൾ, ബ്ലഡ് ഗ്രൂപ്പ് റിപ്പോർട്ട്, ഫോറൻസിക് റിപ്പോർട്ട് എല്ലാം നിങ്ങൾക്കെതിരാണ്. കൊല നടത്താൻ പ്രേരിപ്പിച്ചതിന്റെ പേരിലും അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ പേരിലും CBI നിങ്ങൾ രണ്ടാളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. മിസ്റ്റർ പണിക്കർ, എന്താ സാറേ? നിരപരാധി നിഷ്കളങ്കനുമായ ഒരു യുവാവിനെ വടികൊണ്ടടിച്ച് മൃഗീയമായി കൊലപ്പെടുത്തിയതിന്റെ പേരിൽ IPC 302 പ്രകാരം യു ആർ ഗോയിങ് ടു ഗെറ്റ് ക്യാപിറ്റൽ പണിഷ്മെന്റ്. യെസ്, നിങ്ങൾക്ക് മരണശിക്ഷ തന്നെ കിട്ടും. നിങ്ങളൊക്കെ CBI-ക്കാരാ? അയ്യോ, ഞാന് കാർത്തേനി. അപ്പൊ CBI-ക്കാരോ? പോയിട്ടില്ല, അവര് താഴെ ഇരിപ്പുണ്ട്. നിങ്ങളെ കൊണ്ടേ പോകുന്നും പറഞ്ഞായിരിക്കുന്നത്. എന്റെ ഭഗവതി, എന്നാലും നിങ്ങൾ ഈ കടുങ്കൈ ചെയ്തു കളഞ്ഞല്ലോ. എനിക്കിനി ആരുമില്ലേ? സഹോദരി അലറാതെ. അപ്പീൽ കൊടുത്താൽ വധശിക്ഷ ഒരുപക്ഷെ ജീവപര്യന്തമാക്കി തരും. എന്തായാലും സാറിനോടൊപ്പം കുറച്ചുമല്ല ഞാനും ജയിലിൽ കാണും. ബോധം തെളിഞ്ഞെങ്കിൽ മുതലാളിയോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കാർത്തിയാനി, എന്തോ? എന്റെ മോളെ നീ നന്നായിട്ട് നോക്കിക്കൊള്ളണേ. ഞാനിനി ചിലപ്പോ ഒരിക്കലും അങ്ങനെ പറയരുതേ മോളെ. എന്റെ റോസുകൾക്കൊക്കെ ദിവസം വെള്ളം ഒഴിക്കണേട്ടോ. അപ്പൊ കൂട്ടാ, എന്തോ എന്റെ കാറുകളൊക്കെ ഭംഗിയായിട്ട് സൂക്ഷിക്കണം. ഗണപതി അഡ്വക്കേറ്റിനെ ആളായിക്കൂ. എന്റെ വിൽപത്രം തയ്യാറാക്കുന്നവരെ സമയം വരാൻ ആ CBI-ക്കാരോട് പറയൂ. എല്ലാവരും കൂടി എന്നെ ഒന്ന് താങ്ങി. എന്നെ എവിടേക്കാ നിങ്ങൾ കൊണ്ടുപോണേ? സാർ സ്കോട്ട്ലൻഡ് യാർഡിൽ എത്ര കൊല്ലം 3 കൊല്ലം. അവിടെ വെച്ചാണ് സാറിന് സ്വർണ്ണ മെഡൽ കിട്ടിയില്ലേ? അതെ. യു ആർ വെരി ഗ്രേറ്റ് സർ. മിസ്റ്റർ പണിക്കർ ഇരിക്കണം. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഇരിക്കണം. ഉടനെ തന്നെ തൂക്കിക്കൊല്ലോ സാറേ. പറയാൻ പറ്റില്ല. എന്തോ നിങ്ങൾ പൂർവ്വ വൈരാഗ്യത്തോടെ മനഃപൂർവ്വം ചെയ്ത ഒരു കൊലപാതകമായി ഇതിനെ കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ എ മിസ്റ്റേക്ക്. അബദ്ധത്തിൽ സംഭവിച്ചു പോയ ഒരു കൈപ്പിഴ.
ബിസിനസ്സിൽ 100% സത്യസന്ധത പുലർത്തുന്ന നിങ്ങളെപ്പോലുള്ള ഒരാൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ CBIക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം വലുതാക്കാൻ വേണ്ടി ഒരു വലിയ പണക്കാരന്റെ മകനെ കൊണ്ട് നിങ്ങളുടെ മകളെ കെട്ടിച്ചു കൊടുക്കണം എന്ന് മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. ഏതൊരു പിതാവിനും തോന്നുന്ന തികച്ചും ന്യായമായ ആഗ്രഹം. തന്റെ മകളുടെ കാമുകൻ അതിനൊരു വിലങ്ങുതടിയാകുമോ എന്ന് ഭയന്ന് അയാളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. അതൊരു കൊലപാതകത്തിൽ കലാശിച്ചു. ശരിയല്ലേ? Am I right? പോകാനുള്ളവർ പോയി. സംഗതി എന്റെ സഹോദരനായിരുന്നു. പറഞ്ഞിട്ടെന്ത് കാര്യം? അവനിതൊന്നും വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി. അതുകൊണ്ട് നിങ്ങൾക്കെതിരായി ഈ കേസ് ഫയൽ ചെയ്യുന്നതിൽ ഒരർത്ഥവും ഞാൻ കാണുന്നില്ല. എന്തായി? എഴുന്നേൽക്കൂ. ഒരേ ഒരു കാര്യം മാത്രം. നിറവേറാത്ത ഒരു ആഗ്രഹവുമായിട്ടാണ് എന്റെ അനുജൻ പരലോകത്തേക്ക് യാത്രയായത്. അവന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ. അതിനുവേണ്ടി മാത്രം അവന്റെ ഇരട്ട സഹോദരനായ എനിക്ക് നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചു തരണം. നമ്മുടെ ഡ്യൂട്ടി. ഐ നോ. ഇത് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രത്യുപകാരം മാത്രമല്ല, ഒരാത്മാവിനോട് കാട്ടുന്ന നീതി കൂടിയായിരിക്കും. ക്ഷമിക്കണം സാർ. സാറ് പറഞ്ഞ കണ്ടീഷനോട് യോജിക്കാതിരിക്കാൻ ഞങ്ങളൊരു കാരണവും കാണുന്നില്ല. ഞങ്ങൾക്ക് ഈ വിവാഹം സമ്മതമാണ്. ഭഗവാനേ, ഈ ഫയൽ ഇവിടെ വെച്ച് ഞങ്ങൾ ക്ലോസ് ചെയ്യുന്നു. പിന്നെ ഒരു രഹസ്യം. ഒരു മിനിറ്റ്. പോ ഇവള് കേട്ടാ കുഴപ്പം. പോ, ഓടിക്കും മേലെ പോകുന്നു. ഈ കാര്യം നമ്മളല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. അറിഞ്ഞാൽ എന്റെയും മിഷം മൂന്നന്റെയും ജോലി പോകും. കേസ് അവര് വീണ്ടും ടേക്കപ്പ് ചെയ്യുകയും ചെയ്യും. ഇല്ല സാർ, ഞങ്ങൾ ഇത് ആരോടും പറയില്ല. അല്ലേ ഗണപതി? വെല്ലോടും പറഞ്ഞ മൂന്നര ഷേപ്പ് ചെയ്യാൻ. അപ്പോ രഹസ്യമായി ഈ വീട്ടിൽ വെച്ച് തന്നെ നമ്മൾ കല്യാണം നടത്തുന്നു. അടുത്ത തിങ്കളാഴ്ച ആയാലോ? ആവാലോ. അപ്പൊ അടുത്ത തിങ്കളാഴ്ച കാണാം. മുകുന്ദൻ, come on. സമാധാനായി. അയ്യോ, എന്റെ അമ്മേ, ചതിച്ചല്ലോ. എല്ലാം കേട്ടു തോന്നണേ. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. പിന്നെ തിങ്കളാഴ്ച ഞാൻ ഉണ്ടാവില്ല. ട്രൂപ്പിന്റെ ഉത്തരേന്ത്യൻ പര്യടനമാ. ദൈവം സഹായിച്ച എല്ലാ മംഗളമായിട്ട് വരും. ഓൾ ദി ബെസ്റ്റ്. നോൺസെൻസ്. കല്യാണം കഴിച്ചു കൊടുത്താൽ കേസ് ചാർജ് ചെയ്യില്ലെന്നു. ഇത് എവിടത്തെ CBI? കാലം മാറിപ്പോയില്ലേ മുതലാളി. ഇപ്പൊ ഇങ്ങനെയൊക്കെയാ ഇൻവെസ്റ്റിഗേഷൻ. വേണുവിന് ഒരു ഇരട്ട സഹോദരൻ. ലോക്കൽ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എവിടെന്നോ പ്രത്യക്ഷപ്പെടുന്ന ഒരു CBI. എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാർന്നുണ്ട് ഡാഡി. വല്ല എലിയും ചത്തിടപ്പുണ്ടാവും. അതല്ല, എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടോ എന്ന് നീയാണടാ എന്റെ മോൻ. ഞാൻ ചിന്തിക്കുന്ന അതേ വഴിയിൽ നീയും ചിന്തിക്കുന്നു. ഇതിനകത്തൊരു CBI ഇല്ല, കുബിയും ഇല്ല. വളരെ ബുദ്ധിപൂർവ്വം ആരോ നടത്തിയ ഒരു തട്ടിപ്പ് നാടകമാണിത്. താൻ ഉണ്ടായിരുന്നിട്ടും ഇതൊക്കെ അവിടെ നടന്നു എന്ന് പറയാൻ നാണമില്ലല്ലോ. നാണം ഉണ്ടായിരുന്ന ഇതൊക്കെ നടക്കാണ്ടിരിക്കുവോ? നടക്കേണ്ടത് നടക്കും. എന്റെ ബുദ്ധി അല്പ സ്ലിപ്പായി പോയി. എന്തായാലും കൊള്ളാം. തിങ്കളാഴ്ച ആ വിവാഹം നടക്കാൻ പാടില്ല. നടന്നാൽ നമ്മുടെ കണക്കൂട്ടുകളെല്ലാം തെറ്റും. തെറ്റും. അതുപോട്ടെ, പാർട്ണർഷിപ്പിന്റെ പേരിൽ നമ്മൾ നടത്തുന്ന കള്ളത്തരങ്ങളെ കുറിച്ചൊന്നും പണിക്കർക്ക് അറിയില്ലല്ലോ. എവിടെ? അയാളൊരു പമ്പര വിട്ടിയല്ലേ. അതുകൊണ്ടല്ലേ ട്രാൻസ്പോർട്ടിന്റെ എല്ലാ കാര്യങ്ങളും പണിക്കർ മുതലാളി ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കള്ളി വെളിച്ചത്താവുന്നതിന് മുമ്പ് രാജൻ കുഞ്ഞിന്റെയും ലക്ഷ്മിയുടെയും വിവാഹം ഉടനെ നടത്തിച്ചെടുക്കണം. ഞാൻ പറഞ്ഞിരുന്ന കാര്യം. രാജ, ഗണപതിക്ക് ഒരു 5000 റുപ്പീസിന്റെ ചെക്ക് കൊടുത്തേക്ക്. ശരി ഡാഡി. ചെക്കാണോ? പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. കല്യാണം ഉടനെ നടക്കണം. നിങ്ങൾക്ക് വീട് മാറിപ്പോയതായിരിക്കാം. ഇവിടെ CBI ജോലിയുള്ള ആരുമില്ല. അപ്പൊ ഈ വേണു? അതെ, വേണുവിന്റെ അന്തരനാണ്. പുള്ളി ഇപ്പൊ എവിടെ ഉണ്ട്? അഡ്വക്കേറ്റ് KS പിള്ളയുടെ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. വേണു ഇപ്പൊ എവിടാ താമസം? അവന്റെ പഴയ സ്ഥലത്ത് തന്നെ. അവന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. വേണുവിന്റെ കത്തും വന്നു. വേണുവിന്റെ കത്ത് തന്നെയാണോ നോക്ക. സാറിന്റെ അനന്തരവൻ വേണുവിന്റെ കത്ത് തന്നെയാണോ? നിങ്ങൾക്ക് എന്താക്കിയ സംശയം? എന്റെ അന്തരം വേണുവിന്റെ തന്നെ.
തക്ക സമയത്ത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ വിഷം ലക്ഷ്മി കുഞ്ഞിന്റെ ഉള്ളിലായനെ. അപ്പൊ ഞാൻ തീരുമാനിച്ചു ഇനിയും സീക്രട്ട് പൊട്ടിച്ചില്ലെങ്കിൽ സംഗതി ആകെ കുഴപ്പമാവുമെന്ന്. ഇനി 2 ദിവസം കൂടി കല്യാണം ഒന്ന് നടന്നു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ കാര്യങ്ങളൊക്കെ പുറത്തായാലും പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ലെന്ന്. ആദ്യം തെറിക്കുന്നത് എന്റെ ജോലിയായിരിക്കും. ആര് പറഞ്ഞു? കല്യാണം കഴിഞ്ഞാൽ ഞാനല്ലല്ലോ അവിടുത്തെ കൊച്ചുമലയാളി. പിന്നെ ഞാൻ പറയുന്ന കണക്കല്ലേ കാര്യങ്ങൾ നടക്കൂ. കൊച്ചുമുതലാളി പരേതനായ വേണു. അവന്മാര് സംഘം ചേർന്ന് മുതലാളിയെ വല്ലതും ചെയ്യുമോന്നാ എന്റെ പേടി. തമാശക്ക് വെടിവെക്കുകയോ നിസ്സാരമായി കത്തിയെടുത്ത് കുത്തിക്കൊല്ലുകയോ. അതൊക്കെ നേരിടാൻ എനിക്കറിയാം. പണിക്കൊരു ധൈര്യമായിട്ടിരിക്കേ. പിന്നെ ട്രാൻസ്പോർട്ട് സർവീസിന്റെ കുറെ ഇമ്പോർട്ടന്റ് ഫയൽസിൽ മിസ്റ്റർ പണിക്കർ ഒപ്പിടേണ്ടതായിട്ടുണ്ട്. ഓ, അതൊക്കെ സഹദേവൻ തന്നെ നോക്കിയാൽ മതി. പരസ്പര വിശ്വാസം എന്നൊന്നില്ലെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നതിലൊക്കെ എന്താ അർത്ഥമുള്ളേ? മാഷേ, എവിടെയായിരുന്നു ഇത്ര നേരം? രാവിലെ മുതലാളി പുറത്തു പോയതുകൊണ്ട് നേരിട്ട് അനുവാദം ചോദിക്കാൻ പറ്റിയില്ല. എന്റെ ഒരു കൂട്ടുകാരന്റെ കല്യാണത്തിന് പോയതാ. അതെ. അതെയോ? എങ്ങനെയുണ്ടായിരുന്നു കല്യാണമൊക്കെ? പൊടി പൊടിച്ചു. 4 കൂട്ടം പ്രഥമം കൂട്ടി സദ്യ ഉണ്ടു. ഒന്ന് മണത്തി നോക്കി. വേണ്ടടാ, ഒന്ന് മണത്തി നോക്കാം മുതലാളി. വേണ്ടട മോനെ. അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു സദ്യ ഉണ്ടിട്ടില്ല. ഉവ്വ. നീ കല്യാണത്തിന് പോയതാണോ അതോ കല്യാണ ബ്രോക്കറായിട്ട് പോയതാണോ? ഈ മുതലാളി ചിലപ്പോ തമാശ പറഞ്ഞേട്ടാ മനുഷ്യൻ ചിരിച്ചിരിക്കത്തു. അതെ, ചില മുതലാളിമാര് തമാശ പറഞ്ഞേട്ടാ ഭയങ്കര വളിപ്പാ. ഇതൊരു തമാശ, ഇങ്ങനെ തമാശ പറയരുത് കേട്ടോ. എന്തത്? തമാശ പറഞ്ഞത് നിർത്തണി. ഇത്രയും കൊല്ലം നിന്നെ പോറ്റിനുള്ള ശിക്ഷയാണോ നീക്കുന്നത്? മുതലാളി, മിണ്ടിപ്പോവരുത്. നീ നിന്റെ കൂട്ടുകാരെ കൂടെ തന്നെ കൂടിക്കോ. പാട്ടും കൂത്തായിട്ട് നടന്നോ. ആ CBI കാരനെ പറഞ്ഞേക്ക് തിങ്കളാഴ്ച മുഹൂർത്ത സമയത്ത് തന്നെ വന്നോളാം. മുതലാളി വേണ്ട, ഒന്നും എനിക്ക് കേൾക്കണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി. ഈ നിമിഷം തന്നെ പെട്ടി സാധനം എടുത്തിറങ്ങണം. മുതലാളി ഞാൻ ഇറങ്ങി പോടാ. ഇതും കൂടെ ചേർത്ത് ഇവിടുന്ന് കയറ്റി അയക്കുന്ന 10ാമത്തെ ലോഡാണത്. ഇതുവരെ ഒരു കൺസൈൻമെന്റിന്റെ കമ്മീഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്ന് സമാധാനമായിരിക്കും ഗണപതി. അയാ പൈസ ഇല്ല, എന്തോ സമാധാനം. എല്ലാം കൂടെ തനിക്ക് ഒന്നിച്ച് തരാൻ കിട്ടിയല്ലേ? ഒന്നിച്ച് തരും. എല്ലാവരും സ്പീഡപ്പ് ചെയ്യും. 2 മണിക്കൂറിനും എല്ലാം മൂവ് ചെയ്യണം. ബ്രൗൺ ഷുഗറിന്റെയും ചരസിന്റെയും പാക്കറ്റുകൾ താഴെയാക്കി ലോഡ് ചെയ്യണം. തേയില പൊടി മുകളിലും. ചെല്ലേ. തൽക്കാലം ഒരു 1000 രൂപ എനിക്ക് താ മുതലാളി. ലൈഫ് ഇൻഷുറൻസ് പോളിസി കിടക്കാനാ. ഒന്ന് ചുമ്മാ ഇരിക്കടോ. തന്റെ ഒക്കെ ലൈഫ് എന്തിനാണോ ഇൻഷുർ ചെയ്യുന്നത്? ഉണ്ട ചോറിന് നന്ദിയുള്ളവനാണ് ഞാൻ. ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ഒരിക്കലും മുതലാളിയെ ദ്രോഹിക്കാൻ വേണ്ടിയായിരുന്നില്ല ഞാൻ ആ ഗാനമേളക്കാരുടെ കൂടെ കൂടിയത്. ലക്ഷ്മിക്കുഞ്ഞിന്റെ സങ്കടം കാണാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ്. വേണുവിന് ലക്ഷ്മിക്കുഞ്ഞിനെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്ന പയ്യൻ ഏത് തരക്കാരനാണെന്ന് മുതലാളി നേരിട്ട് ചെന്ന് കണ്ട് മനസ്സിലാക്കണം. അതെന്റെ ഒരു അപേക്ഷയാണ്. വെറുതെ അല്ല ഗണപതി ഞാൻ പണിക്കരുമായിട്ട് ഇങ്ങനെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുത്തത്. നിങ്ങൾക്കറിയോ, ചെക്ക് പോസ്റ്റിൽ പോലും നമ്മുടെ ലോഡുകൾ ആരും പരിശോധിക്കാറില്ല. അതിന് കാരണം 10-15 വർഷം കൊണ്ട് പണിക്കർ ഈ സ്ഥാപനത്തിന് ഉണ്ടാക്കിയെടുത്ത സൽപ്പേരാ. എടാ പട്ടി, ആ സൽപ്പേര് ഒരിക്കലും കളയാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കള്ളക്കടത്ത് നടത്തിയാണ് താൻ എനിക്ക് സൊസൈറ്റിയിൽ വെയിറ്റ് ഉണ്ടാക്കി തരാൻ പോണത് അല്ലേ?
ദൈവം എന്നെ ഒരിക്കലും ചതിക്കില്ല സഹദേവ. കാശ് ഞാൻ കണ്ടമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നേരായ വഴിയിലൂടെയാ. വേണം, എനിക്കിത് വേണം. മാന്യതയെ കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങളെല്ലാം തെറ്റായിരുന്നു. വളരെ താഴ്ന്ന നിലയിൽ നിന്നും തുടങ്ങിയതിന്റെ ഒരു അപകർഷതാബോധം. ഇംഗ്ലീഷിൽ താൻ പറയാറില്ലേ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അതായിരുന്നു എന്റെ കുഴപ്പം. അതിപ്പോ മാറി. അപ്പോഴേ പറയാനുള്ളതൊക്കെ ഒന്ന് ചുരുക്കി പറ, എനിക്ക് സമയമില്ല, അതുകൊണ്ടാ. ഷുഗർ, എനിക്കിനി പറയാനൊന്നുമില്ല, പ്രവർത്തിക്കാനേ ഉള്ളൂ. ഹലോ പോലീസ് സ്റ്റേഷൻ. ആ ഫോൺ അവിടെ വെച്ച് പഠിക്കരേ, എല്ലാം പറഞ്ഞു തരാം, ഒന്ന് റിലാക്സ് ചെയ്യേ. മോനെ, അവന്മാരോടൊന്ന് സ്പീഡപ്പ് ചെയ്യാൻ പറ. കൂടുതൽ സ്മാർട്ട് ആവാൻ ശ്രമിക്കരുത്. വര നോക്കിക്കോ. എടാ പൊട്ടിയുടെ മോനെ, പെണ്ടി ഒന്നുകളയും ഞാൻ. ഓടാ. എന്താ വേണ്ടത്? പണിക്കർ സാറിനെ ഒന്ന് കാണണം. ഇപ്പൊ അകത്ത് പോകാൻ പറ്റില്ല. അകത്ത് പോകാൻ പറ്റില്ലെന്ന്. ആരെങ്കിലും വരണേ. പറഞ്ഞേക്കാം.
എടാ വേണു, ഞാൻ 10 എണ്ണുന്നതിനുള്ളിൽ നീ ഇവിടെ മരിച്ചു വീഴും. റെഡി? 1 2 3 4 5 6 7 8 9 10. എല്ലാവരും അറസ്റ്റിലായി സാർ. ഇപ്പൊ ഈ കാണിച്ച ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. പക്ഷേ ഈ കടപ്പാടിന്റെ പേരിൽ എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വരരുത്. അതെനിക്കിഷ്ടല്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ. വെറുതെ ഓരോന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായില്ലല്ലോ. ഇനിയും ഒരു പരീക്ഷണത്തിന് എനിക്ക് വയ്യ. എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് മാത്രം കരുതിയാ മതി. വേണു, ഇനി ഇല്ല, ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. ലേറ്റായി പോയി ലക്ഷ്മി. ഇപ്പോ ട്രെയിൻ പോയി കഴിഞ്ഞിട്ടുണ്ടാവും. പണിക്കരുടെ ഇഷ്ടം അതാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അടുത്ത മാസം വിവാഹത്തിന് പറ്റിയ ധാരാളം മുഹൂർത്തങ്ങളുണ്ട്.
मेरी राजेश्वरी